നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യുക, അതേമാതിരി ടാക്സിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറലായ ഒരു ഡിസ്കഷനാണ് ജോബിൻസുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാലറീഡ് എംപ്ലോയീസിനും പിന്നെ എന്താ പറയുക പ്രൊഫഷണൽസിനും കൺസൾട്ടൻസിനും. അപ്പോൾ ഇനി ഒരു കാറ്റഗറി നമുക്ക് പറയുന്നത് ബിസിനസ്സുകാർ എങ്ങനെ ടാക്സ് ഫയൽ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ നോക്കണം, അതേമാതിരി എന്തൊക്കെയാണ് ജനറലായിട്ട് അവർ അറിഞ്ഞിരിക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബിസിനസ്സുകാരെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ടാക്സ് സംബന്ധമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ബിസിനസ്സുകാരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ച 5 ഹെഡ്സ് ഓഫ് ഇൻകം, അതിൻ്റെ അകത്ത് 3ാമത്തെ ഹെഡാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. അവർക്ക് മെയിനായിട്ട് ഇൻകം ടാക്സിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 8% ടോട്ടൽ ടേൺ ഓവറിൻ്റെ 8% പ്രോഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പം സപ്പോസ് അത് 2 കോടി രൂപ വരെ ടേൺ ഓവറുള്ള ഒരാൾക്ക്, ഒരു ബിസിനസ്സുകാരനെ അത് പറ്റത്തുള്ളൂ. ആ ഓപ്ഷൻ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സപ്പോസ് ഒരാൾക്ക് 1 crore ആണ് ടേൺ ഓവർ എങ്കിൽ 8%, ദാറ്റ് മീൻസ് 8 lakhs ആയിരിക്കും അവർക്ക് വരുന്ന പ്രോഫിറ്റ്. ഇത് അവരുടെ പ്രോഫിറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ടാക്സ് അടയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അതിനകത്ത് തന്നെ വീണ്ടും 6% ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ 6% എടുക്കണമെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് ത്രൂ ആയിരിക്കണം. അതായത് ക്യാഷ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ പോലും കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 8% എന്നുള്ളത് നമുക്ക് 6% ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻകം ടാക്സ് സംബന്ധിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. അത് 8% ഇപ്പം അവർക്ക് 18% ആണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ 20% ആണ് പ്രോഫിറ്റ് എങ്കിലും അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടത് 8% ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും. പക്ഷേ അതിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2 crore വരെ ടേൺ ഓവർ ഉള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ ഉണ്ടോ ഇൻകം ടാക്സ് പ്രകാരം? ബിസിനസ് എന്ന് പറയുന്നതിനകത്തൊരു ബിസിനസ്സിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിങ്, അതിനാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സർവീസസിനെ നമുക്കൊരു ബിസിനസ്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ചിലതര സർവീസ്, പ്രൊഫഷണൽ സർവീസ് അല്ലാത്ത സർവീസസുകളെ നമുക്ക് ബിസിനസ്സിന്, ഇപ്പം IT സോഫ്റ്റ്വെയർ കമ്പനീസ് ചെയ്യുന്ന സർവീസസ്, അങ്ങനെയുള്ള അതിനെ നമുക്ക് ബിസിനസ്സിലോട്ട് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അതിനൊരു ക്ലിയർ, ഒരു എലാബറേറ്റ് ഡെഫിനേഷൻ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ സ്വന്തമായിട്ട് ഒരു 1 man ആർമി ആയിരിക്കും, പ്രൊപ്പറേറ്റർഷിപ്പ്. പിന്നെ ഇനി അതല്ലെങ്കിൽ ചിലത് കമ്പനി ആയിട്ടായിരിക്കും, പാർട്ട്ണർഷിപ്പ്. അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന്. അതായത് ഇന്ത്യയിൽ മെയിനായിട്ട് നമുക്ക് 4 തരത്തിലൊരു ബിസിനസ്സിനെ, ഇപ്പോൾ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബിസിനസ്സിനെ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഡിസൈഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് 4 തരത്തിലാണ് നമുക്ക് ഇന്ത്യയിൽ ബിസിനസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ നടത്തുന്ന ഒരു ബിസിനസ്, അയാൾ തന്നെയായിരിക്കും അതിൻ്റെ സോൾ ഓണർഷിപ്പ്, 100% ഓണർഷിപ്പും പുള്ളിക്കായിരിക്കും. അങ്ങനെ ഒരാൾ നടത്തുന്ന ബിസിനസ്സിനാണ് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ്, 2 അതിലധികം ആൾക്കാർ കൂടിയിട്ട് ഒരു ജോയിൻ്റ് എഗ്രിമെൻറ്റ് പ്രകാരം, പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം നമ്മൾ എൻ്റർ ചെയ്ത് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനാണ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അതിനൊരു പാർട്ണർഷിപ്പ് ഡീഡും ഉണ്ടാവും. ആ പാർട്ണർഷിപ്പ് ഡീഡ് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ പാർട്ണർഷിപ്പ് ഡീഡ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്റ്റാമ്പ് പേപ്പറിൽ ഡീഡ്, മ്യൂച്വൽ എഗ്രിമെൻറ്റിലാണെങ്കിൽ അത് നമ്മൾ ആദ്യം സ്റ്റാമ്പ് പേപ്പറിൽ ഒരു ഡീഡ് തയ്യാറാക്കും. അതിനുശേഷം നമ്മൾ രജിസ്റ്ററിങ് അതോറിറ്റി ഉണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ആ സ്റ്റാമ്പ് പേപ്പർ, ആ ഡീഡായിരിക്കും ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ട്. അതിൻ്റെ അകത്ത് ഡീഡിൻ്റെ അകത്ത് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ രണ്ടോ അതിലധികം ആൾക്കാർ വരികയാണെങ്കിൽ പാർട്ണർഷിപ്പായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരെണ്ണം പറയുന്നത്, വേറൊരു മോഡൽ എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ പാർട്ണർഷിപ്പ് പോലെ തന്നെയാണ്, പക്ഷേ അവരുടെ നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തെടുക്കുന്ന ഒരു ഫോം ചെയ്തെടുക്കുന്നതിനാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ണർഷിപ്പിൽ ലയബിലിറ്റീസ് ലിമിറ്റഡ് ആയിരിക്കില്ല പാർട്ണർഷിപ്പിൽ. അപ്പോൾ അവരുടെ ഈവൻ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വരെ പാർട്ണേഴ്സിൻ്റെ എന്തെങ്കിലും കേസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ വരെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ ക്യാപിറ്റലായിട്ട് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതായിരിക്കും അൾട്ടിമേറ്റ് ലയബിലിറ്റി ഒരു പാർട്ണറെ സംബന്ധിച്ച്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. ഇനി 4ാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കമ്പനീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അങ്ങനെ 2 തരത്തിൽ കമ്പനികളുണ്ട്. ആ കമ്പനികളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് ഷെയർ ഹോൾഡേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ വരാറ്.
ഓക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പാൻ കാർഡ് വല്ലതും ആവശ്യമുണ്ടോ? ഇല്ല. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പം ഒരു വ്യക്തിയുടെ പേരിലാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയാണ് നടത്തുന്നത്. അപ്പം ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ സെപ്പറേറ്റ് പാൻ കാർഡ് എന്ന് പറയുന്നത്, പാൻ കാർഡ് എപ്പോഴും ഇഷ്യൂ ചെയ്യുന്ന ഒരു എൻറ്റിറ്റിക്കോ ഒരു ഇൻഡിവിജ്വൽസിനോ ആയിരിക്കും. അപ്പോൾ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തുമ്പോൾ അവിടെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയോ അല്ലെങ്കിൽ ഒരു ആളോ വരുന്നില്ല. അപ്പം ആ ആളുടെ പേരിലുള്ള ബിസിനസ് ആരാണോ പ്രൊപ്പറേറ്റർ ആ ആളുടെ പാൻ കാർഡിലായിരിക്കും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നടത്തുക. അതേസമയം പാർട്ണർഷിപ്പിലും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലും അതേസമയം കമ്പനീസിലും വരുമ്പോൾ അത് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ടാണ്, സെപ്പറേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിന് സെപ്പറേറ്റ് പാൻ കാർഡും വരും. അപ്പോൾ ആ പാൻ കാർഡ് വെച്ചിട്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, അങ്ങനെ ഇൻകം ടാക്സിൻ്റെ മാറ്റേഴ്സ് എല്ലാം ഡീൽ ചെയ്യുക. സെപ്പറേറ്റ് പാൻ കാർഡ് ഉണ്ടാവും. ബാക്കി 3 സ്ട്രക്ചറിന് സെപ്പറേറ്റ് പാൻ കാർഡ് ഉണ്ടാവും. പക്ഷേ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ആ പ്രൊപ്പറേറ്ററുടെ പാൻ കാർഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ഇപ്പോൾ എന്തെങ്കിലും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവാം, പാർട്ണർഷിപ്പ് ആവാം, അങ്ങനെയാണെങ്കിൽ ടാക്സ് ഫയലിങ്ങിനെ സംബന്ധിച്ച് അവരുടെ ഒരു ടാക്സ് ഫയലിംഗ് ചെയ്യണേ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ, സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ 2.5 lakhs ഇൻകം എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ച സ്ലാബ് റേറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, 2.5 lakhs എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഈ 2.5 lakhs എന്ന് പറയുന്നത് അപ്പോൾ അയാളുടെ ഒരു പ്രോഫിറ്റ് ആയിരിക്കാം. അയാളൊരു നെറ്റ് പ്രോഫിറ്റ്, ആ ബിസിനസ്സിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് 2.5 lakhs ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത്. പക്ഷേ വേറെ ഏതെങ്കിലും ഹെഡ്സിൽ, നമ്മൾ ആദ്യം സംസാരിച്ച 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടെന്ന് പറഞ്ഞു, ആ ഹെഡ്സിൽ ഏതെങ്കിലും വേറെ ഹെഡ്സിൽ നമുക്ക് ഇൻകം ഉണ്ട്, അതെല്ലാം കൂടി കൂട്ടി 2.5 lakhs. സപ്പോസ് ഇപ്പം റെൻറ്റ് കൊടുക്കുന്ന പുള്ളി ഒരു ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് 10,000 പെർ മന്ത് റെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 1.2 lakhs പെർ ആനും അവർക്ക് റെൻറ്റ് കിട്ടും. പ്ലസ് പുള്ളിക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൽ നിന്ന് ഒരു വർഷം 2 lakhs പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം 3.2 lakhs പുള്ളിക്ക് ഇൻകം വരുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പം പുള്ളി റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഒരു സോൾ പ്രൊപ്പറേറ്ററിനെ സംബന്ധിച്ച്. അതേസമയം പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചും LLPയെ സംബന്ധിച്ചും കമ്പനിയെ സംബന്ധിച്ചും അവർക്ക് ഒരു ഇൻകം ഇല്ലെങ്കിൽ പോലും അവർ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഈ 2.5 lakhs. ബാക്കിയുള്ളവർ നോൺ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് അവർക്ക് നിൽ റിട്ടേൺ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. ഒരു ട്രാൻസാക്ഷനും ഇല്ലെങ്കിൽ തന്നെ അവർ ആ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പാൻ കാർഡ് ഒന്നും തന്നെ ആയിരിക്കില്ല. അപ്പോൾ ഒരേ ഒരു ഫയലിംഗ് അല്ലേ ആവശ്യമുള്ളൂ. പക്ഷേ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് എന്ന് പറയും. പാർട്ട്നേഴ്സിന് സെപ്പറേറ്റ് അവിടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. പ്ലസ് പാർട്ണർഷിപ്പ് ഫേം എന്നുള്ള രീതിയിൽ പാർട്ണർഷിപ്പിൻ്റെ ഫേമിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ കമ്പനീസ് ആണെങ്കിലും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെങ്കിലും സെപ്പറേറ്റ് അവർ ഇൻഡിവിജ്വൽ കേസിലും കമ്പനിയുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 crore താഴെയാണ് ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ 8% അല്ലാതെ ക്യാഷിലല്ല ബാങ്കിലാണെങ്കിൽ 6%. അപ്പോൾ ഇനി അത് അങ്ങനെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പാലിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ GST ആക്ട് പ്രകാരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ട് പ്രകാരം നമ്മൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. പക്ഷേ അതേസമയം ഇൻകം ടാക്സ് പ്രകാരമാണെങ്കിൽ അവരുടെ ടേൺ ഓവർ പ്രൂവ് ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം അതായത് അവർ ഇഷ്യൂ ചെയ്യുന്ന ബിൽസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പ്ലസ് ഈ 6% ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള പ്രൂഫും കൂടെ, അതായത് എല്ലാ ട്രാൻസാക്ഷൻസും ഞങ്ങൾ ബാങ്കിൽ കൂടെയോ അല്ലെങ്കിൽ അക്കൗണ്ട് പേ ചെക്ക് വഴിയോ ആണ് മേടിച്ചിരിക്കുന്നതെന്നുള്ള പ്രൂഫും കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. പക്ഷേ ഈ ഓഡിറ്റ് സംബന്ധമായ, അതായത് 2 crore മേളിൽ ആർക്കെങ്കിലും ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ അവരൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള കേസിൽ അക്കൗണ്ട്സ് കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ. ഇപ്പോൾ മിക്ക ബിസിനസ്സും ഇപ്പോൾ ക്യാഷിലൊക്കെ ആയിരിക്കുമല്ലോ നടക്കുന്നത്. അതെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണതും ഈ ബാങ്കിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഓഡിറ്റ് ഫയലിംഗ് ഒക്കെ ചെയ്യുന്നത്? അല്ല, അത് ഓരോ ബിസിനസ്സിനെയും അനുസരിച്ചിരിക്കും, ഏത് നേച്ചർ ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ അവരുടെ ഓപ്പറേഷൻ അവരുടെ സ്ട്രക്ചർ അനുസരിച്ചാണ് എങ്ങനെയാണ് അവർ ക്യാഷ് കളക്ട് ചെയ്യുക, അതിന് എത്ര പീരിയോഡിക്കലി ആണോ ഡെയിലി ആണോ അവർ ബാങ്കിൽ റെമിറ്റ് ചെയ്യുക, അതിനനുസരിച്ചിരിക്കും. ബാങ്ക് അക്കൗണ്ട്സും എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും എല്ലാം ഉൾപ്പെടുത്തിയാണ് ടേൺ ഓവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് 2 crore മുകളിലാണ്, എന്നാൽ ഭയങ്കര വലുതുമല്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവർ ഒരു എംപ്ലോയിനെ വെച്ചിട്ട് ചെയ്യണോ അതോ
അതും വോളിയം അനുസരിച്ചിരിക്കും. എന്തെങ്കിലും വോളിയം ബിസിനസ്സിലുണ്ട് എന്നനുസരിച്ച്. ഇപ്പോൾ ഒരു IT കമ്പനിയാണ്, പക്ഷേ അവരെ സംബന്ധിച്ച് ടേൺ ഓവർ കാണാം, പക്ഷേ അവർക്ക് വോളിയം ഓഫ് ബിസിനസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇൻഹൗസ് അക്കൗണ്ടൻസ് വേണം, അല്ലെങ്കിൽ ഇൻഹൗസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതേസമയം ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അവർക്ക് എപ്പോഴും ബില്ല് റൈസ് ചെയ്യേണ്ട ആവശ്യം വരും, അവരുടെ ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാം. അങ്ങനെയുള്ള കേസസിൽ ഇൻഹൗസ് അക്കൗണ്ട്സ് ഉണ്ടാവുന്നതാണ് നല്ലത്. പക്ഷേ അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദി വോളിയം ഓഫ് ബിസിനസ്. എങ്ങനെയാണ് അവരുടെ ട്രാൻസാക്ഷൻ, എന്തെങ്കിലും വോളിയം ആയിരിക്കും അവർക്ക് ചെയ്യാനുള്ളത്, അതനുസരിച്ചിരിക്കും ഇൻഹൗസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വേണോ അതെയോ വേറെ ഏതെങ്കിലും കൺസൾട്ടൻസിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയോ എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് നോക്കി, അപ്പോൾ എംപ്ലോയി എങ്ങനെയായിരിക്കും, ഈ ഓണർ തന്നെ എങ്ങനെയായിരിക്കും ഇൻ കേസ് അയാൾക്ക് സാലറി എടുക്കുന്നത്? ഇല്ല, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസെപ്റ്റിൽ എനിക്ക് തന്നെ സാലറി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പാൻ തന്നെയാണ് സോൾ പ്രൊപ്പറേറ്റർ ആരുടെ ബിസിനസ്സുകാരനാണോ ആ ബിസിനസ്സുകാരൻ്റെ പാൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പം അവിടെ ഒരു സാലറി കൺസെപ്റ്റ് അല്ല വരുന്നത്, ആ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റാണ് വരിക. സപ്പോസ് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് 4 ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചു, 4 പുള്ളി തന്നെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ പുള്ളി മാനേജ് ചെയ്യുന്നത് പുള്ളിയുടെ എല്ലാം പ്രൊപ്പറേറ്റർഷിപ്പായിട്ടാണെങ്കിൽ ഈ 4 ബിസിനസ്സും കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബിസിനസ് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുക. അപ്പം ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ സാലറി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അവിടെ ഒരു ബിസിനസ് അവിടെ നിന്നുള്ള പ്രോഫിറ്റാണ് അവരുടെ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, സാലറി അല്ല. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഒരു ബിസിനസ് മാൻ സാധാരണ വേറെ കാര്യം അതിനേക്കാൾ ഇവരെങ്ങനെയായിരിക്കും അഡ്വാൻസ് ടാക്സ് പേയ്മെൻ്റ് ഒക്കെ നടത്തേണ്ടത്? അഡ്വാൻസ് ടാക്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 10,000 മേളിൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ട്. അപ്പം അവർ ക്വാർട്ടർലി ബേസിസിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുക. പ്ലസ് ഈ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ, അതായത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്ലാബ് റേറ്റിലായിരിക്കും ടാക്സ് ആവുക. ഇപ്പോൾ ഇതിൻ്റെ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിനാണെങ്കിൽ അവർ സ്ലാബ് റേറ്റ് വരും 2.5 lakhs, നമ്മൾ നേരത്തെ സംസാരിച്ച സ്ലാബ് റേറ്റിലാണ് ടാക്സ് വരിക. അതേസമയം പാർട്ണർഷിപ്പ് ആണെങ്കിൽ സ്ട്രേറ്റ് അവേ 30% ടാക്സ് ഉണ്ട്. 30% ₹1 പ്രോഫിറ്റ് ആണോ 10 rupees പ്രോഫിറ്റ് ആണെങ്കിലും 30% ടാക്സ് ആകും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലും 30% ആണ് ടാക്സ് റേറ്റ്. അതേസമയം കമ്പനീസ് വരികയാണെങ്കിൽ അപ് ടു 400 crores വരെ നമുക്ക് 25% ആണ് ടാക്സ് റേറ്റ്. അപ്പം ഈ 5% ടാക്സ് റേറ്റ് ഓൾമോസ്റ്റ് അതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനീഷ്യലി ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഈ ടാക്സ് ബെനിഫിറ്റ് എടുക്കാൻ അവർ ഏത് സ്ട്രക്ചറാണ് ആദ്യം വേണ്ടതെന്നാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പ്രൊപ്പറേറ്റർഷിപ്പിലാണോ പോകേണ്ടത്, കമ്പനീസിലാണോ പോകേണ്ടത്, അതെയോ പാർട്ണർഷിപ്പിലാണോ പോകേണ്ടത് എന്നുള്ള ഡിസൈഡ് ചെയ്തതിന് ശേഷം മാത്രം വേണം പോകാനായിട്ട്. അപ്പോൾ ഈ കേസിൽ തന്നെ സ്ട്രേറ്റ് അവേ പറയുകയാണ് കോർപ്പറേറ്റിന് 25 ഉള്ളൂ, പാർട്ണർഷിപ്പിന് 30%. അതെ. അപ്പോൾ എന്ത് പറഞ്ഞാലും 5% ഇവിടെ അതെ ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനേക്കാളും അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കമ്പനീസിനെ സംബന്ധിച്ച് ഇച്ചിരി കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു മീഡിയം ടേൺ ഓവറും ലാഭമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കമ്പനി ആണെങ്കിൽ നല്ലതാണ്. ഓക്കെ. ഇപ്പോൾ സാധാരണ ടാക്സ് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ചെയ്യാന്നുള്ളത്. ഇൻ കേസ് അവർക്കൊരു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ ഫണ്ടിങ് ഒക്കെ ആവശ്യമുണ്ട്, ഡെറ്റായിട്ട് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ട് പുതിയ പാർട്ട്ണറെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ടാക്സ് ഫയലിംഗ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ടാക്സ് ഫയലിംഗ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലോയ്ക്ക് കംപ്ലൈഡ് ആണെന്നുള്ളതാണ്. നമ്മളുടെ നിയമം, ഒരു രാജ്യത്തെ നിയമം നമ്മൾ കറക്റ്റായിട്ട് പാലിച്ചു പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലുപരി ഈ ഒരു ഫിനാൻസിങ്ങിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ഒരു ബാങ്കിൽ നിന്നുള്ള ഫിനാൻസോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി, ഈവൻ പ്രൈവറ്റ് ഫണ്ടിങ് ആണെങ്കിലും അവർ ആദ്യം ചോദിക്കാൻ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ലാസ്റ്റ് ഇയറിൻ്റെ പെർഫോമൻസ് എന്താണ്, അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഒരു നഷ്ടമോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നത് നമുക്കൊരു ബേർഡനോ ആയിട്ട് കണക്കാക്കാതെ മാക്സിമം ടാക്സിൻ്റെ ബെനിഫിറ്റ്സ്, ലോയിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് എടുത്തുകൊണ്ട് മാക്സിമം അതിൻ്റെതായ രീതിയിലുള്ള ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ വളരെയധികം ഭാവി മുന്നിൽ കണ്ട് ബിസിനസ് നടത്തുന്ന എല്ലാവരും അതെ, അത് ഓൺ ഡ്യൂ ഡേറ്റിൽ അടയ്ക്കുക അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്നുള്ള പെനാൽറ്റീസും ഇൻട്രസ്റ്റും അതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ
ടാക്സ് ഫയലിംഗ് ഒക്കെ ഈ ക്വാർട്ടറിലേക്ക് നടത്തിയില്ലെങ്കിൽ എന്തൊക്കെയാണ്? ക്വാർട്ടർലി അല്ല, നമ്മൾ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ ഇൻഡിവിജ്വൽ നമ്മൾ പറയുന്നു ഓഡിറ്റ് ഇല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യേണ്ടാത്ത ആണെങ്കിൽ നമ്മൾ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 ജൂലൈ, ഈ വർഷം അത് 31 ഓഗസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഡിറ്റ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അവരുടെ 30 സെപ്റ്റംബർ വരെ നമുക്ക് സമയം. 30 സെപ്റ്റംബറിന് ഉള്ളിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ അതിനുള്ള പെനാൽറ്റീസ് ഇൻകം ടാക്സ് ഓഫീസർ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിലുപരി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, ഇപ്പം എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാ ബിസിനസ്സും പ്രോഫിറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ഇനീഷ്യലി ഒരു ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഡെഫർ ചെയ്യാനായിട്ടുള്ള ഫയൽ ചെയ്യുന്ന അവരുടെ സ്വമേധ അവരെടുക്കുന്ന തീരുമാനമാണ് ഈ വർഷം ഫയൽ ചെയ്യേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഫയൽ ചെയ്യാം എന്നുള്ള ഓപ്ഷനിലോട്ട് അവർ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്കുള്ള നഷ്ടപ്പെടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ലോസ് നമുക്ക് 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. 8 വർഷം ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ 2 വർഷം നമുക്ക് ലോസ് ആണെങ്കിൽ നെക്സ്റ്റ് 2 വർഷമായിരിക്കും, അടുത്ത 4-ാമത്തെ വർഷം അല്ലെങ്കിൽ 5-ാമത്തെ വർഷമായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുക. ആ പ്രോഫിറ്റ് ഉണ്ടാകുന്ന വർഷം നമുക്ക് ലോസ് ഉണ്ടായ ആ എമൗണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. ഈ സെറ്റ് ഓഫ് ചെയ്യുന്നതിനുള്ള ഒന്നാമത്തെ ക്രൈറ്റീരിയ അല്ല ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡ്യൂ ഡേറ്റിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ലാണ്ട് പോകും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഹ്യൂജ് ടാക്സിൻ്റെ ലയബിലിറ്റി ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് 8 വർഷത്തേക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് നമുക്കത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഒരു റിട്ടേൺ ഫയൽ ചെയ്യാതിട്ട്. എസ്പെഷ്യലി പുതിയതായിട്ട് സ്റ്റാർട്ട് എല്ലാ ബിസിനസ്സുകാരും നഷ്ടമാണെങ്കിലും അവർ ഓൺ ഡ്യൂ ഡേറ്റിൽ ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലുണ്ടാകുന്ന പ്രോഫിറ്റിൽ നമുക്ക് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഇനി ഇവർക്കെല്ലാവരും അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണമല്ലോ, ഒരു 10,000 എവറി ക്വാർട്ടർ. അതെ. അപ്പോൾ ഇൻ കേസ് അത് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ്? അഡ്വാൻസ് ടാക്സ് അടച്ചില്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുക എന്നുള്ളത് ഇൻകം ടാക്സിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് അടച്ചില്ലെങ്കിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ടാക്സിൻ്റെ ബാലൻസ് പേയ്മെൻറ്റ് എത്രയാണോ അതിനൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. പിന്നെ അഡ്വാൻസ് ടാക്സ് മനഃപൂർവ്വം നമ്മൾ അടയ്ക്കാതിരിക്കുകയാണ് എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നിയാൽ അതിനുള്ള പെനാൽറ്റി ചാർജ് ചെയ്യാനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സാധിക്കും. ഓക്കെ. ഇപ്പോൾ ക്വിക്കായിട്ട് പറയുന്നുണ്ടെങ്കിൽ എന്താണ് സാധാരണ ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് ടാക്സ് പരമായിട്ട് സംബന്ധിച്ചിട്ട്? ടാക്സ് പരമായിട്ട് ഏറ്റവും മെയിനായിട്ട് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നെയാണ്. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ അവർ ഓൺ ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ നെക്സ്റ്റ് 2-3 വർഷം കഴിയുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് അവർ റിട്ടേൺ, അല്ലെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാതെ 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും അവർ റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബെനിഫിറ്റ് എടുക്കാൻ പറ്റാണ്ട് വരും ടാക്സിൻ്റെ. അപ്പോൾ ഇനീഷ്യൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സ്റ്റേജിൽ തന്നെ അവർ 30% ടാക്സ് കൊടുക്കുക എന്നുള്ള ആ ലെവലിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടിയ നമുക്ക് സംഭവിച്ച ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു. പിന്നെ അവരുടെ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പം അതെങ്ങനെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ വരുന്നത് എന്നുള്ളത് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാത്തവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും ഒരു സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്സ് ആണ് വരാറ് മെയിനായിട്ട് ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരിക. പിന്നെ ഈ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുക. പിന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് വരുമ്പോൾ കുറേ പ്രൊവിഷൻസ് ഇൻകം ടാക്സിൽ ആപ്ലിക്കബിൾ ആണ്. ലൈക്ക് TDS വരുന്നുണ്ട്, അഡ്വാൻസ് ടാക്സ് വരുന്നുണ്ട്. അങ്ങനെ ഈ പ്രൊവിഷൻസ് ഒന്നും TDS ആണെങ്കിലും TDS റിട്ടേൺ കറക്റ്റ് എല്ലാ ക്വാർട്ടറിലും കഴിഞ്ഞ് കഴിയുമ്പോൾ ഫയൽ ചെയ്യുക. അങ്ങനെ ഓരോ TDS പിടിക്കേണ്ട ഏതൊക്കെ പേയ്മെൻ്റ് ആണ് അതെല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്തില്ലെങ്കിൽ അതിനെല്ലാം പെനാൽറ്റി ഇൻകം ടാക്സ് പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം അതും കറക്റ്റായിട്ടും ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് കൺസൾട്ടൻസുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സൈഡിൽ നിന്നുള്ള ലോസും നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് സാധിക്കും. മെയിനായിട്ട് ഈ TDSൻ്റെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാതെ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒത്തിരി കാണാറുണ്ട്. ഓക്കെ. താങ്ക് യു. അപ്പോൾ ഈ സാധനം ഇതെല്ലാനും വളരെയധികം ഒരു ബെനിഫിറ്റുള്ള കാര്യമാണ്. പക്ഷേ ഇത് മാത്രമല്ല ഒത്തിരി ക്വസ്റ്റ്യൻസ് ഭാഗത്തു നിന്നും ഉണ്ടാവും. അപ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് കോളത്തിൽ പറയാം. അപ്പോൾ നമ്മൾ അതിനുള്ള തക്കതായ ഉത്തരം ജോബിൻസ് മുഖേന അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം അതിന് വേണ്ടിയിട്ട് ഉള്ള ഉത്തരങ്ങൾ തരാനായിട്ട് തയ്യാറാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ടാക്സ് പരമായിട്ടുള്ള 3 വീഡിയോസ് അത് സാലറീഡ് ആയിരുന്നെങ്കിൽ അവർക്ക് എങ്ങനെയാണ്, അതല്ല ഈ പ്രൊഫഷണൽസ് ആണെങ്കിൽ എങ്ങനെയാണ്, അല്ല ഇപ്പോൾ പറഞ്ഞ മാതിരി ബിസിനസ്സുകാർക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെല്ലാനും സഹകരിച്ചതിന് ഓഡിയൻസിന് വേണ്ടി ഞാൻ വ്യക്തിപരമായിട്ടും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്.